അപ്പോൾ നമുക്കിനി പറയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. അപ്പോൾ അതേതാണ്? തെഹ്രി അണക്കെട്ടാണ്. തെഹ്രി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത്. തെഹ്രി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. അപ്പോൾ പറയുന്നത് എങ്ങനെയാ? ഉയരം കൂടിയത്. നമ്മൾ ഉയരം കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉയരം എത്ര എന്ന് പറയണ്ടേ? തെഹ്രി ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് 260.5 മീറ്റർ ആണ്. 260.5 മീറ്റർ. അപ്പോൾ ഇത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ എന്ത് കാണും? 261 കാണും. മനസ്സിലാക്കുക. 260.5 മീറ്റർ അല്ലെങ്കിൽ 261 മീറ്റർ ആണ് ഈ തെഹ്രി ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത്. കിട്ടുമല്ലോ കാര്യങ്ങൾ? നോക്കുക, ഞാൻ പറഞ്ഞു ഡാം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് നദി പഠിക്കണം, ദെൻ സംസ്ഥാനം പഠിക്കണം അല്ലെങ്കിൽ ജില്ല പഠിക്കണം. പ്രധാനപ്പെട്ട കാര്യം. തെഹ്രി ഡാം ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണ്. ഭഗീരഥി അല്ലെങ്കിൽ ഭാഗീരഥി നദിയിലാണ് ഇത് ഈ തെഹ്രി അണക്കെട്ട് എന്ന് പറയുന്നത്. ഏത് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് ഏത് വരുന്നത്? ഈ തെഹ്രി അണക്കെട്ട് വരുന്നത്. കിട്ടുമല്ലോ കാര്യങ്ങൾ? പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇത് തെഹ്രി അണക്കെട്ട്. അതിൻ്റെ ഉയരം ചോദിച്ചാൽ 260.5 മീറ്റർ ആണ് അല്ലെങ്കിൽ 261 മീറ്റർ ആണ്. നദി ചോദിച്ചാൽ ഭഗീരഥിയും സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡും. ഈ തെഹ്രി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ഒരു എർത്ത് കേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ഡാം നിർമ്മിക്കുന്നതിന് മുൻപ് ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നാശനഷ്ടത്തിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് ഡാം നിർമ്മിച്ചതിന് ശേഷം ഉണ്ടാകുന്നതിലും എന്തായിരിക്കും? അത് കുറവായിരിക്കും എന്നല്ലേ ഉള്ളൂ. ഡാം നിർമ്മിക്കുമ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതലായിരിക്കും ആ ഒരു നാശനഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഡാം നിർമ്മിക്കാൻ പോകുന്നതിന് മുൻപ് ഒരു സംഘടന എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ടുണ്ട്. ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് നഷ്ടമാണ്? അതിന് നാശം വരത്തേ ഉള്ളൂ ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ ഒരു പ്രദേശത്തിന്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം നടത്തിയതാണ് ഇത് ആൻറ്റി തെഹ്രി മൂവ്മെൻറ്റ്. ഈ തെഹ്രി അണക്കെട്ട് നിർമ്മിക്കുന്നതിന് എതിരായിട്ട് വന്നതാണ്. ശ്രദ്ധിക്കുക, ആൻറ്റി തെഹ്രി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി തെഹ്രി ഡാം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈ ഒരു ആൻറ്റി തെഹ്രി ഡാം മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണയാണ് ആൻറ്റി തെഹ്രി ഡാം മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത്. നമ്മൾ സുന്ദർലാൽ ബഹുഗുണ എന്നുള്ള പേര് നമുക്ക് ഫെമിലിയർ ആണ്. എങ്ങനെയാണ്? ചിപ്കോ പ്രസ്ഥാനം 1973 ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. കിട്ടുമല്ലോ കാര്യങ്ങൾ? അപ്പോൾ ഇവിടുത്തെ കാര്യം മറക്കരുത്. ആൻറ്റി തെഹ്രി ഡാം മൂവ്മെൻറ്റ്, സുന്ദർലാൽ ബഹുഗുണ. ഇത്രയും കാര്യം തെഹ്രിയെ കുറിച്ച് മറക്കരുത്. കിട്ടുമല്ലോ കാര്യങ്ങൾ? ഇനി നമുക്കടുത്ത് പറയേണ്ടത് ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹിരാക്കുഡാണ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ ഹിരാക്കുഡാണ്. ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഏത്? ഈ ഹിരാക്കുഡ് എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നീളം പറയണ്ടേ? ഹിരാക്കുഡിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 25.8 കിലോമീറ്റർ ആണ്. 25.8 കിലോമീറ്റർ ആണ് ഈ ഒരു ഹിരാക്കുഡ് അണക്കെട്ടിൻ്റെ നീളം എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇത് ചുമ്മയായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ശ്രദ്ധിക്കുക, ഹിരാക്കുഡ് ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് 25.8 കിലോമീറ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ്. ഇനി ഞാൻ പറഞ്ഞു ഡാം പഠിക്കുമ്പോൾ നദി പഠിക്കണം, സംസ്ഥാനം പഠിക്കണം അല്ലെങ്കിൽ ജില്ല പഠിക്കണം. ശ്രദ്ധിക്കുക, ഹിരാക്കുഡ് നദി ചോദിച്ചു കഴിഞ്ഞാൽ മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. കിട്ടുമല്ലോ കാര്യങ്ങൾ? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് 25.8 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. മഹാനദിയിലാണ്, ദെൻ ഒഡീഷയിലാണ്. കിട്ടുന്നുണ്ടല്ലോ കാര്യങ്ങൾ? അപ്പോൾ ഉയരം കൂടിയത് പറഞ്ഞു, ഏറ്റവും നീളം കൂടിയതും പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് പറയേണ്ടത് കമാന അണക്കെട്ടാണ്. കമാന അണക്കെട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആർച്ച് ഡാം. ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാ? നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഡാനിയൽ ജോൺസൺ ആർച്ച് ഡാമാണ്. ഡാനിയൽ ജോൺസൺ കമാന അണക്കെട്ട്.
ഡാനിയൽ ജോൺസൺ കമാന അണക്കെട്ടാണ് ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ട് അല്ലെങ്കിൽ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയിലാണ്. ശ്രദ്ധിക്കുക, കാനഡയിലാണ്. കാനഡയിലാണ് ഡാനിയൽ ജോൺസൺ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതാണ്. നമ്മൾ ഇനി വരുന്നത് എവിടെയാ? ഇന്ത്യയിലോട്ട് വരുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള ആർച്ച് ഡാം അല്ലെങ്കിൽ കമാന അണക്കെട്ടാണ് ഏത്? ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാം നദി ഏതാണ്? ഇടുക്കി ഡാം പെരിയാർ നദിയാണ്. പെരിയാർ. ഇടുക്കി ഡാം ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറിലാണ്. ഏത് ജില്ലയാണ്? ഇടുക്കിയിലാണ്. കിട്ടുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കമാന അണക്കെട്ടിൻ്റെ കാര്യം, ആർച്ച് ഡാം ലോകത്തിലെ ഏറ്റവും വലുത് ഡാനിയൽ ജോൺസൺ ആർച്ച് ഡാം അല്ലെങ്കിൽ കമാന അണക്കെട്ടാണ്, കാനഡയിലാണ്. പിന്നെ പറയുന്നു ഇന്ത്യയിലെ ആദ്യത്തതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള ആർച്ച് ഡാമാണ് ഏത്? ഇടുക്കി അണക്കെട്ടെന്ന് പറയുന്നത് പെരിയാർ നദിയിലാണ്. ഈ ഇടുക്കി അണക്കെട്ട് നിർമ്മിക്കുന്നതിന് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് മേളിൽ പഠിച്ചില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം അത് കാനഡയിലാണെന്ന് പഠിച്ചു. ആ കാനഡ തന്നെയാണ് ഈ ഒരു കമാന രീതിയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സഹായിച്ചത്. അതായത് ഇടുക്കി ഡാമുമായിട്ട് സഹകരിച്ച രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. കിട്ടുമല്ലോ കാര്യങ്ങൾ, മറക്കരുത് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഉയരം കൂടിയത്, ഏറ്റവും നീളം കൂടിയത്, പിന്നെ പറയുന്നു ആർച്ച് ഡാം അല്ലെങ്കിൽ കമാന അണക്കെട്ട്. ആ വാക്കും കൂടെ ശ്രദ്ധിച്ചോണം, കമാന അണക്കെട്ട്. ഇനി പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട്, ലാർജസ്റ്റ് എർത്തൻ ഡാം അല്ലെങ്കിൽ നമ്മളെങ്ങനെ പറയും? മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബാണാസുര സാഗർ. മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാമാണ് ബാണാസുര സാഗറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട്. ഈ ബാണാസുര സാഗർ ഏത് നദിയിലാണ്? ബാണാസുര സാഗർ കബനി നദിയിലാണ്. പക്ഷേ പ്രോപ്പർ പറയുമ്പോൾ കരമൻതോട് അല്ലെങ്കിൽ കരമനത്തോടിലാണ് ഇത് വരുന്നത്, ഈ ബാണാസുര സാഗർ വരുന്നത്. പക്ഷേ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് കബനിയാണ്. അപ്പോൾ രണ്ടും പഠിക്കുക. കബനി നദി അല്ലെങ്കിൽ കരമനത്തോട് അല്ലെങ്കിൽ കരമൻ തോടെന്ന് വന്നാലും നോക്കുക. ഓപ്ഷനിൽ ഒന്നുകിൽ കരമൻ തോട് അല്ലെങ്കിൽ കബനി മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് മതി? കബനി മതി. ബാണാസുര സാഗർ നദി ചോദിച്ചാൽ കബനിയാണ്. ഏത് ജില്ലയിലാണ്? കേരളത്തിലല്ലേ? ഏത് ജില്ലയാണ്? വയനാട്. കിട്ടുമല്ലോ കാര്യങ്ങൾ. അടുത്ത് പറയുവാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ പ്ലാന്റ് അല്ലെങ്കിൽ സൗരോർജ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ പദ്ധതിയാണ് എവിടെയുള്ളത്? ഈ ബാണാസുര സാഗറിൻ്റെ ജലസംഭരണിയിലുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ പദ്ധതി. ഒഴുകുന്ന സൗരോർജ പദ്ധതി. കിട്ടുമല്ലോ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, മറക്കരുത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ശ്രദ്ധിക്കുക, തെഹ്രി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഉയരം ചോദിച്ചാൽ 260.5 മീറ്റർ ആണ്, അല്ലെങ്കിൽ 261 മീറ്റർ. നദി ഏതാണ്? ഭാഗീരഥിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയതാ ആൻറ്റി തെഹ്രി മൂവ്മെൻറ്റ്. ഈ തെഹ്രി ഡാം നിർമ്മിക്കുന്നതിന് എതിരായിട്ട് വന്നതാണ്. നേതൃത്വം കൊടുത്തത് സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്ഥാനമാണ് ഇത് ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണ 1973. അപ്പിക്കോ മൂവ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ അപ്പിക്കോ മൂവ്മെൻ്റ് ഉണ്ട്. അതേത് വർഷമാണ്? 10 കൂട്ടുക 1983 അപ്പിക്കോ മൂവ്മെൻറ്റ് വരുന്നത്. പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ് അതിന് നേതൃത്വം നൽകിയത്. അടുത്ത് പറയുന്നു ഹിരാക്കുഡ് അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. നീളം ചോദിച്ചാൽ 25.8 കിലോമീറ്റർ ആണ്. നദി മഹാനദിയാണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറയുന്നു ആർച്ച് ഡാം അല്ലെങ്കിൽ കമാന അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലുത് ഡാനിയൽ ജോൺസൺ കമാന അണക്കെട്ട്, കാനഡയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ കമാന അണക്കെട്ടാണ് ഇത് ഇടുക്കി അണക്കെട്ട്. എവിടെയാണ്? പെരിയാറിലാണ്, ഇടുക്കി ജില്ലയിലാണ്. നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ചോദിച്ചാൽ തൊട്ട് മേളിൽ പറഞ്ഞ കാനഡ തന്നെയാണ്. പിന്നെ പറയുന്നു എർത്തൻ ഡാം അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ഇത് ബാണാസുര സാഗർ കബനി നദി അല്ലെങ്കിൽ കരമൻ തോട്. പ്രോപ്പർ കരമൻ തോടിലാണ്, പക്ഷേ PSC കമ്പനി എന്ന് മാത്രമേ ഉത്തരം കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വയനാട് ജില്ലയിലാണ്. പിന്നെ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ്ജ പദ്ധതിയാണ് ഇത്. പദ്ധതി നിലവിൽ വന്നത് ഈ ഒരു ബാണാസുര സാഗറിൻ്റെ ജലസംഭരണിയിലാണ്, റിസർവോയറിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാം ബാണാസുര സാഗർ അല്ല.
അത് ടർബേലയാണ്. ടർബേല ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഡാം ചോദിച്ചാൽ ടർബേലയാണ്. ടർബേല പാകിസ്ഥാനിലാണ്, സിന്ധു നദിയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലുത് ചോദിച്ചാൽ ഏതാണ്? ബാണാസുര സാഗറാണ്. ബാണാസുര സാഗർ, കബനി നദി, വയനാട്.